ഗുഡ് മോർണിംഗ്. ആരോടെ ഇരിക്കുന്നേ? ഓക്കെ. നമ്മളെല്ലാവരും കണ്ടു പരിചയമുള്ള മുഖാണ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ വാർഡ് മെമ്പർ ഇപ്പൊ എത്തിച്ചേരും. അപ്പൊ ഒരു ഡോക്ടർ നമ്മുടെ സ്കൂളിലേക്ക് എത്തി. ഏറ്റവും വലിയ സന്തോഷം. അതിലുപരി അദ്ദേഹം ലോകം അറിയുന്ന ഒരു മലയാളി ഡോക്ടർ, ഒരു സെലിബ്രിറ്റി. സന്തോഷമില്ല എല്ലാവർക്കും? നമ്മുടെ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരാൾ വരുന്നത്. വലിയ ആൾക്ക് ടീച്ചർ ഉദ്ദേശിച്ച് മണ്ണോ പൊക്കമൊന്നും അല്ല കേട്ടോ. എവിടെ ചെന്നാലും ഡോക്ടർ റോബിനെ അറിയാം അല്ലേ? അപ്പോ ഒരൊറ്റ വാക്കില് നമ്മൾ വരുമോ എന്ന് ചോദിച്ചപ്പോ വരാൻ കാണിച്ച ആ മനസ്സാണ്. ഇപ്പൊ എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എത്രയും വലിയൊരു വ്യക്തിത്വം. നമ്മളൊരു വാക്ക് ചോദിച്ചപ്പോ നമ്മളെവിടെ പോലുള്ള ചെറിയൊരു സ്കൂളിലേക്ക് വരാൻ കാണിച്ച ആ മനസ്സിന് ആദ്യം തന്നെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഡോക്ടർ പറയാറുണ്ട്, ഡോക്ടർ ചെറുപ്പത്തില് പഠനത്തിൽ കുറച്ച് പിന്നോട്ടായിരുന്നു എന്ന്. പക്ഷേ അദ്ദേഹം പഠിച്ച് ഒരു ഡോക്ടറായി. അത് വലിയൊരു കാര്യമല്ലേ? നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് അത് വലിയൊരു പ്രചോദനമല്ലേ, ഒരു മോട്ടിവേഷൻ അല്ലേ? അപ്പൊ ഡോക്ടറായി എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം വന്ന മേഖലയിലെല്ലാം അദ്ദേഹത്തിന്റെ പേര് പുറത്തേക്ക് അറിഞ്ഞു. അതും വലിയൊരു കാര്യമാണ്. നമുക്കൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ എത്തും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഡോക്ടർ. ഞാൻ വിചാരിച്ച ഡോക്ടർ അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല എന്നാണ്. നമ്മളൊക്കെ സാധാരണ ആളുകളോട് അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് വളരെ വിനയത്തോടെ, അത്ര ലാളിത്യത്തോടെ സംസാരിക്കുന്ന കണ്ടപ്പോ ഇന്നത്തെ സെലിബ്രിറ്റികളൊക്കെ ജനങ്ങളിൽ നിന്ന് കുറച്ച് അകലെ കീപ്പ് ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല. അപ്പോൾ ആ കാണിച്ച മനസ്സ് ഏറ്റവും വലുതാണ്. എനിക്ക് അധികമൊന്നും പറയാൻ കിട്ടുന്നില്ല. ഡോക്ടറെ ഇവിടെ കിട്ടുന്നൊട്ടും വിചാരിച്ചില്ല. കാരണം ആ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു ഡോക്ടറെ ഒന്ന് നേരി കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബിഗ് ബോസ് ഒരുപാട് നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ നിങ്ങളൊക്കെ വീടുകളിൽ അമ്മമാര് സീരിയലൊക്കെ കാണുന്നുണ്ട് ഇല്ലേ? ടീച്ചർ ഒരു സീരിയൽ പോലും കാണാത്ത ഒരാളാണ്. വാർത്ത മാത്രം വയ്ക്കുന്ന ഒരാളാണ്. പക്ഷെ ബിഗ് ബോസ് ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടക്കം മുതൽ അവസാനം വരെ കാണാറുണ്ട്. എങ്ങനെയും സമയം കണ്ടെത്തി കാണും. ഇനി ഒരു പ്രാവശ്യം ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് യൂട്യൂബിൽ എടുത്ത് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ എടുത്തൊക്കെ കാണാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം അതില് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. കുറച്ച് വ്യക്തികള്, തികച്ചും വ്യത്യസ്തരായ വ്യക്തികള് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു 100 ദിവസം അല്ലെങ്കിൽ 90 ദിവസമൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ ആ പേഴ്സണാലിറ്റി എത്ര മറച്ചു വെച്ചാലും പുറത്തേക്ക് വരുവാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നമ്മൾ നല്ലത് മാത്രം ഉൾക്കൊണ്ടാൽ മതി. നിങ്ങൾ സിനിമകൾ കാണാറില്ലേ? സിനിമകളിലെ ചീത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യോ? ഇല്ല, അത് സിനിമയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതിലെ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ പഠനത്തില് ആവറേജ് കുട്ടിയായിരുന്നു. പിന്നീട് പഠിച്ച് ഡോക്ടറായി. ഇന്ന് ഡോക്ടർ ഈ ലോകം, അതായത് ഏത് രാജ്യത്ത് ചെന്നാലും നമ്മുടെ ഡോക്ടറെ അറിയാത്ത ആരുമില്ല. അവിടെ വരെ എത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഠിന പ്രയത്നം, ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ ആ നിശ്ചയദാർഢ്യം, അതൊന്ന് മാത്രമാണ്. അപ്പൊ അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പൊ ഒരു ഡോക്ടർ, നിങ്ങൾക്കും പലർക്കും ഡോക്ടർ ആവണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടറെ പോലെ ഒരു സെലിബ്രിറ്റി ആവണമെന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ പ്രചോദനമാകട്ടെ ഡോക്ടറിന്റെ വാക്കുകൾ. ശ്രദ്ധിച്ച് കേൾക്കുക. ഡോക്ടർക്ക് നമ്മളോട് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ടീച്ചർമാർക്കും സ്റ്റാഫിനൊക്കെ ഡോക്ടറോട് സംസാരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ അവസരം കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്കും ഡോക്ടറോട് ചോദിക്കാം. ഓക്കെ. അപ്പോ ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം മെമ്പറെ ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആഴകം ഗവൺമെന്റ് UP സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും സ്റ്റാഫിന്റെയും
PTA കമ്മിറ്റി മെമ്പേഴ്സിന്റെയും രക്ഷിതാക്കളുടെയും പേരിൽ ഹാർദവുമായി നമ്മുടെ മുക്കന്നൂർ പഞ്ചായത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വണ്ടി വിളിച്ചിവിടെ വന്നതാണ് കേട്ടോ. അവിടെ എൻ്റെ അമ്മയ്ക്ക് പോകാൻ തിരക്കാണ്. ഇനി നമുക്ക് ഡോക്ടർക്ക് മൈക്ക് കൊടുക്കട്ടെ ടീച്ചറെ. അന്നൊരു നല്ല കാപ്പോടുകൂടി ഡോക്ടർക്ക് മൈക്ക് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നന്നായി കഴിച്ചോ? കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം, നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട് കറക്റ്റായിട്ട്? ഓക്കെ, ആരെങ്കിലും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കണം കേട്ടോ. അപ്പൊ എന്നെ അറിയാവോ? അറിയാല്ലേ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പം എന്താ പറയാ, ടീച്ചറിനെ ഞാൻ 2 ദിവസത്തെ പരിചയം ടീച്ചറായിട്ടുള്ളൂ. എന്റെ അമ്മയാണ് ടീച്ചറിന്റെ മെസ്സേജ് എനിക്ക് കാണിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ മോനെ ഒരു ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് റിപ്ലൈ ചെയ്യണം, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ടീച്ചറിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ടീച്ചർ ഞാൻ ഡോക്ടർ അമൃതാദർശനാണ്. അപ്പൊ ടീച്ചർ ഇങ്ങനെ ലൈക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കുക ചെയ്തത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, കുഞ്ഞു സ്കൂളാണ് പറഞ്ഞത്. ആക്ച്വലി അവിടെ എനിക്കൊരു തിരുത്തുണ്ട്. സത്യം പറഞ്ഞാൽ കുഞ്ഞു സ്കൂളെന്നോ വലിയ സ്കൂളെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറിവാണ്. നോളജ് ഈസ് പവർ എന്ന്. അപ്പം നമുക്ക് അറിവ് കിട്ടുന്ന ക്ഷേത്രമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ വലുപ്പ ചെറുപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ ടീച്ചർ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് അത് ടീച്ചർ എന്തെങ്കിലും തിരുത്തുണ്ട്. പക്ഷെ ടീച്ചർ പോയോ? അല്ലേ? ശരിയല്ലേ? കുഞ്ഞു സ്കൂളല്ല, വലുത് തന്നെയാണ്. എല്ലാ സ്കൂളും വലുതാ. അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ എന്ന് പറഞ്ഞ മെനിഞ്ഞാന്ന് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടീച്ചർ മറ്റന്നാൾ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും. സത്യം പറയാൻ ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാതെ വന്നത് നിങ്ങളെല്ലാവരും കാണാനാണ് ഞാൻ വന്നത് കേട്ടോ. ഉറങ്ങാതെ തന്നെ വന്നത് ഞാൻ അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സത്യം പറയാൻ എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്ന എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഒരു പുറ്റന്നിട്ട കുട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ ടീച്ചേഴ്സിന് എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു. കാരണം ഒരു ദിവസം റൗണ്ടിലില്ലെങ്കിൽ എവിടെ റൗണ്ടിലിങ്ങനെ ചോദിക്കുമായിരുന്നു. പിന്നെ നിങ്ങളെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികളാണോ? ആണോ? ഹോംവർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യോ? ഓക്കെ, നന്നായി പഠിക്കണം കേട്ടോ. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെല്ലാം നന്നായി പഠിക്കണം. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. ചെയ്യോ? ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തില് വലിയ വലിയ ആൾക്കാരായിട്ട് ഈ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വരണം. വരില്ലേ? വരോ? അന്ന് അങ്കിളും വരും കേട്ടോ, നിങ്ങളെ കാണാൻ വേണ്ടി, ഗസ്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി കേട്ടോ. ഓക്കെ, സോ നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാ? ടീച്ചേഴ്സ് നിങ്ങൾ അടിക്കോ? ഇല്ല. അപ്പൊ പാൺ ടീച്ചേഴ്സ് ആണോ? എനിക്കൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ടീച്ചേഴ്സിന്റെ. ഗുരുതങ്ങളുടെ കുട്ടിയായതുകൊണ്ട് നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്ര പേരാ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന? എത്ര പേര് മൊബൈൽ ഫോണിൽ കളിക്കാറുണ്ട്? കൈബുക്ക് എല്ലാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്തല്ലേ? അപ്പൊ ഒറ്റ ഒരു കാര്യം പറയാനുള്ളൂ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനൊക്കെ കൊള്ളാം, പക്ഷെ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, മാക്സിമം നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയി കളിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം ഫോൺ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനേക്ക് അത് അഫക്ട് ചെയ്യും, മനസ്സിലായല്ലേ? നമുക്ക് നല്ല രീതിയിൽ കാഴ്ച വേണ്ടേ? അപ്പം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തിയൊക്കെ കുറയും, മനസ്സിലായല്ലേ? ഫോൺ അപ്പൊ പരമാവധി കുറച്ച് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് കൊച്ചു കുട്ടികളല്ലേ കണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളെ എല്ലാവരും കാണാൻ വേണ്ടിയാണ് വന്നത്. ഈ മോട്ടിവേഷൻ സ്പീച്ചോ കാര്യങ്ങളോ ഒന്നും തരാനല്ല സത്യം പറഞ്ഞാൽ വന്നത്. ഞാൻ നിങ്ങളെല്ലാം കാണാനും നിങ്ങളോടെ കുറച്ച് ഏത് സമയം സ്പെൻഡ് ചെയ്യണം. എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം. എന്നോട് അടുത്ത സമ്മതിക്കോ? ഓക്കെ. കാരണം എന്താണെന്ന് അറിയോ, ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത് വെച്ചാൽ, ഞാനും ഇതേപോലെ ഒരു കുട്ടിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇതെന്താ പ്രസംഗിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. ചില സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, സോ
ഒരു ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് അത് പറയണം. ഇൻ കേസ് അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പൊ ഒരു കാര്യം മറച്ചു വെക്കരുത്, മനസ്സിലായില്ലേ? അപ്പം കേട്ടല്ലോ, പറഞ്ഞ കണക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് കാര്യം പറയണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ അച്ഛനമ്മമാരുടെ അടുത്ത് ചോദിക്കണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം. ഇൻ കേസ് അവരെ കൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളെ പാരന്റ്സ് പോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? അച്ഛനമ്മമാരെ പോലെ തന്നെയാണ്. അവരുടെ ധൈര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പം ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം? നിങ്ങൾക്കൊക്കെ ആരാവാനാണ് ഇഷ്ടം? പറഞ്ഞോ, ആരാവണം? ഡോക്ടർ, ടീച്ചർ. ഓക്കെ, നമ്മള് ജീവിതത്തിൽ എന്തൊക്കെ ആയി തീർന്നാലും നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ശ്രമിക്കണം. നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. നമുക്ക് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം, മനസ്സിലായില്ലേ? ആദ്യം നല്ലൊരു മനുഷ്യനാവണം. അതിനുശേഷം നമ്മൾ എന്ത് ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം, മനസ്സിലായില്ലേ? ഞാൻ ഭയങ്കര പഠിക്കുന്ന ഒരു കുട്ടിയൊന്നുമല്ലായിരുന്നു. പക്ഷെ പഠിക്കേണ്ട സമയത്ത് അത്യാവശ്യം പഠിച്ചു, ജീവിതത്തിലെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ വന്ന് നിൽക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്നെ പറയുമ്പോൾ അറിയത്തില്ലേ, എന്നെ അറിയത്തില്ലേ? അതേപോലെ നിങ്ങൾ ഓരോരുത്തരെയും എന്ത് ചെയ്യണം? ഈ ലോകത്തിലുള്ള എല്ലാവരും അറിയണം. നിങ്ങൾ അറിയപ്പെടുന്ന വലിയ ആൾക്കാരെ മാറണം കേട്ടോ. ആവോ? പ്രോമിസ് ആണോ? ഓക്കെ, ഞാൻ തിരിച്ച് വീണ്ടും വരും കോളേജിൽ. പഠിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കും കേട്ടോ. ഹാപ്പി അല്ലേ? ഹാപ്പിയല്ലോ, അതെ, വരുന്നുള്ളൊരു പ്രതീക്ഷിക്കാതെ ഇടിച്ചു കയറി ചെല്ലുമ്പോഴാണ് ഒരു സന്തോഷം. അതെ, ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് നോക്കിയോ ടീച്ചറിന്റെ മെസ്സേജ് വിശ്വസിച്ചില്ലല്ലോ ടീച്ചറിന്റെ ഇത് ഞാൻ കാത്തു. അല്ല, ടീച്ചർ ഒരു മെസ്സേജ് ഇട്ടതിലും അപ്പൊ അത് ഞങ്ങളെല്ലാരും എടുത്തു നോക്കി. ശരിയാണോ? എനിക്ക് മനസ്സിലായി, ഞാൻ ശബ്ദം കേട്ടല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചി, ഞാൻ ശബ്ദം കേട്ടു. ഞങ്ങൾ എടുത്തു നോക്കി, റീന ടീച്ചർ തന്നെയാണോ അത് ശരിയാണോ, കറക്റ്റ് ആണോ? മാരേജിന് എല്ലാവിധ ആശംസകളും. ഒരു ദിവസം വരാം.